എനിക്ക് നിങ്ങളെ വേണം, ഞാൻ നിങ്ങളെ ഇങ്ങ് എടുക്കുക. പേടിക്കണ്ട, അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിക്കാനുള്ള പദ്ധതിയൊന്നുമില്ല. നിങ്ങളെ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഗവേഷകർ, ഇന്ത്യൻ ഗവേഷകർ നടത്തിയ അമൂല്യമായിട്ടുള്ള ഒരു കണ്ടെത്തലിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. ഈ ഒരു നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും വലിയ കണ്ടെത്തലുകൾ ഒന്നാണ് ഈ കണ്ടെത്തൽ. അതിനുവേണ്ടി നിങ്ങളെ ഞാനിങ്ങനെ പൊക്കിയെടുത്ത് സ്പേസിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് സ്പേസിലാണ്. ഭൂമിയിലല്ല, ചന്ദ്രനിലല്ല, ചൊവ്വയിലുമല്ല, ശൂന്യമായ അനന്തമായ സ്പേസിലാണ്. ഇനി അങ്ങോട്ടൊന്നും നോക്കിക്കേ, ശക്തമായിട്ടുള്ള ഒരു സുനാമി തിരമാല വരുന്നത് കണ്ടില്ലേ? സുനാമിയോ സ്പേസിലോ? തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ കടലിൽ കാണുന്ന സുനാമിയല്ല, തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു തരംഗമാണ് അവിടെ നിന്നും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള ആ ഒരു തരംഗം സ്പേസിലൂടെ സഞ്ചരിച്ച് നമ്മളെയും പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ തരംഗം? ഇത് എല്ലായ്പ്പോഴും സ്പേസിലുണ്ടോ? സ്പേസിലുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ആരാണ് ഈ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും ഈ തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. സ്പേസിൽ നിൽക്കുന്ന നിങ്ങളും ഇത്തരത്തിലുള്ള ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൗരയൂഥത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല, സൗരയൂഥത്തിലെ ഏറ്റവും ഭീമാകാരനായിട്ടുള്ള നമ്മുടെ സൂര്യൻ തന്നെയാണ്. സൂര്യനെപ്പോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളും ഇത്തരത്തിലുള്ള തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ സ്പേസിൽ നിൽക്കുന്ന ഒരു ആസ്ട്രോനോട്ടിന് ഈ തരംഗം തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സ്പേസിൽ ആസ്ട്രോനോട്ട്സ് ഉണ്ട്, തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ആസ്ട്രോനോട്ട്സ് ഉണ്ട്. ചിലപ്പോഴൊക്കെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് അവർ സ്പേസ് വാക്കിന് വേണ്ടി സ്പേസ് സ്യൂട്ടുകളൊക്കെ ധരിച്ച് വെളിയിലേക്ക് ഇറങ്ങാറുമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള തരംഗമൊന്നും അവരെ തട്ടിത്തെറിപ്പിക്കുന്നില്ലല്ലോ. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? ഒരു തരംഗം എന്താണ്? തരംഗമെന്ന് പറയുമ്പോൾ അത് മുകളിലേക്കൊന്ന് ഉയർന്ന് താഴേക്കൊന്ന് താഴ്ന്ന് പിന്നെ വീണ്ടും മുകളിലേക്ക് ഉയർന്ന് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ വെള്ളത്തിൽ അല്ലെങ്കിൽ ജലത്തിലെ ഓളങ്ങൾ കണ്ടിട്ടുണ്ട്, കുളത്തിലും ഒക്കെ ആയിട്ട് ഓളങ്ങൾ കണ്ടിട്ടുണ്ട്, കടലിൽ തിരമാലകൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ തിരകളാണ്. ആ തിരയും ഇതുതന്നെയാണ്. മുകളിലേക്ക് ഉയരുന്നു, താഴേക്ക് താഴുന്നു, പിന്നെയും മുകളിലേക്ക് ഒഴുകുന്നു, മുകളിലേക്ക് പൊങ്ങുന്നു, പിന്നെയും താഴേക്ക് താഴുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ തരംഗ ദൈർഘ്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു തിര മുകളിലേക്ക് ഉയർന്ന് താഴേക്ക് വന്ന് വീണ്ടും പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നു. ഇങ്ങനെ തിരിച്ചു വരുന്ന ഈ ഒരു ദൂരത്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മാത്രം വലിപ്പമുള്ള ഒരു തരംഗ ദൈർഘ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ തരംഗ ദൈർഘ്യം 1 കിലോമീറ്റർ ആണെങ്കിലോ? ഏകദേശം ഒരു ധാരണ കാണും. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ ഭൂമിയിൽ അത്തരത്തിലൊരു ഉയർച്ചയും ഒരു ചെറിയ താഴ്ചയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഏകദേശ ധാരണ ഉണ്ട്. ഇതൊരു പ്ലെയിൻ അല്ല, ചില ഭാഗത്തുനിന്ന് ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഒരു താഴ്ചയൊക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലാകും. അതൊരു കിലോമീറ്റർ ആണെങ്കിൽ അതിനി ഒരു 100 കിലോമീറ്റർ ആണെങ്കിലോ? നമ്മൾ സമുദ്രത്തിൽ വലിയ സുനാമി സംഭവിക്കുന്ന സമയത്ത് ഉണ്ടെന്ന് കരുതുക. സ്പേസിൽ നിന്ന് നിങ്ങളെ ഞാൻ പൊക്കിയെടുത്ത് ഇപ്പോൾ ഒരു സമുദ്രത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ വലിയൊരു സുനാമി നടക്കാനും പോവുകയാണ്. അതെന്തൊരു ക്രൂരതയാണല്ലേ. സുരക്ഷിതമായിട്ട് നിങ്ങൾ സ്പേസിൽ നിൽക്കുകയായിരുന്നു, അവിടെ നിന്ന് പൊക്കിയെടുത്ത് സുനാമി സംഭവിക്കുന്ന അവിടെ തന്നെ കൊണ്ടുവച്ചിരിക്കുകയാണ് ഒരു ബോട്ടിൽ. പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ നടുക്കടലിലാണെങ്കിൽ സുനാമി ഉണ്ടാകുന്നത് പോലും നിങ്ങൾ അറിയുകയില്ല. കാരണം സുനാമിയുടെ ഈ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് ആഴക്കടലിൽ 100 കിലോമീറ്ററോളം ആയിരിക്കും. 100 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആ ആഴക്കടലിലുള്ള ആ സമുദ്രത്തിലെ നിങ്ങളുടെ ബോട്ട് മുകളിലേക്ക് പൊങ്ങുന്നുണ്ട്. നിങ്ങൾ നിൽക്കുന്ന ആ ഭാഗത്ത് 100 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ മുകളിലേക്ക് പൊങ്ങുന്നത് കൊണ്ട് നിങ്ങൾ ആ ബോട്ടിൽ നിന്ന് വെളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ നിൽക്കുന്നതായിട്ടായിരിക്കും തോന്നുക. ഇനിയിപ്പോൾ നിങ്ങൾ താഴ്ന്നു പോയാലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും നിങ്ങൾക്ക് നേരിടേണ്ടി വരിക. താഴ്ന്നു പോകുക എന്ന് പറയുമ്പോൾ വലിയൊരു ഗർത്തം പോലെയല്ല താഴ്ന്നു പോകുന്നത്, സ്ലോലിയാണ് താഴ്ന്നു പോകുന്നത്. 100 കിലോമീറ്ററാണ്. അപ്പോൾ കുറേയധികം കിലോമീറ്റർ കൂടും തോറുമാണ് ചെറിയ ചെറിയ വ്യതിചലനങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ ഒരു തിര നമ്മുടെ തീരങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് ഭീമാകാരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അവിടെ തരംഗ ദൈർഘ്യം വളരെ കുറവാണ്. അവിടുത്തെ തിരമാല നമ്മുടെ തീരത്ത് നിൽക്കുന്ന ഒരു തെങ്ങിൻ്റെ മുകളിലൂടെ പറന്നു പോകുന്നത് പോലും നമുക്ക് കാണാൻ സാധ്യമാകും. അപ്പോൾ ഇതാണ് വ്യത്യാസം. നമ്മൾ സമുദ്രത്തിൻ്റെ മധ്യഭാഗത്ത് നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന വലിയ ഒരു തരംഗ ദൈർഘ്യം, ആ തരംഗ ദൈർഘ്യം തന്നെയാണ് സ്പേസിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഈ സൂര്യനും ഭൂമിയും എന്തിന് ചന്ദ്രൻ പോലും സൃഷ്ടിക്കുന്നത് ഏതാണ്ട് അത്തരത്തിലുള്ള തരംഗ ദൈർഘ്യം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ആസ്ട്രോനോട്ട്സിന് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്.
പക്ഷേ ഈ സൂര്യനിൽ നിന്ന് വരുന്ന തരംഗദൈർഘ്യം അത് ഭൂമിക്ക് നേരെയാണ് വരുന്നതെങ്കിലോ ഭൂമിയിൽ ചെറിയ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ആ തരംഗദൈർഘ്യം ഭൂമിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഭൂമിയെ അല്പമൊന്ന് വലിച്ചു നീട്ടുകയും പിന്നെ അല്പമൊന്ന് ചുരുക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ വളരെ നേർത്ത അളവിൽ മാത്രമാണ് ഈ വ്യതിചലനം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതല്ല. പക്ഷേ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഇൻസ്ട്രുമെൻറ്റുകൾ അല്ലെങ്കിൽ ചില ഒബ്സർവേറ്ററികൾ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒബ്സർവേറ്ററികൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ലീഗോ ഒബ്സർവേറ്ററി. ലേസർ ഇൻ്റർഫിറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. അതൊന്ന് അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, ഇറ്റലിയിൽ ഒരെണ്ണമുണ്ട്, ജപ്പാനിൽ ഒരെണ്ണമുണ്ട്, നമ്മുടെ ഇന്ത്യയിലും ഒരെണ്ണം നിർമ്മിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരു 30 സെക്കൻഡ്. ആസ്ട്രോഫിസിക്സിൽ നിങ്ങൾക്കൊരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ആസ്ട്രോഫിസിസ്റ്റ് തന്നെയാണ്. അതിലൂടെ പ്രൊഫഷണലി ഒരു ജോലി കിട്ടാനുള്ള സാധ്യത കൂടിയുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ആസ്ട്രോഫിസിക്സിൻ്റെ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യുകയാണ്. കോഴ്സിൻ്റെ ഫീ 3000 rupees ആണ്. പക്ഷേ അഡ്വാൻസ് എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. നമുക്കിനി സ്പേസിലേക്ക് മടങ്ങിപ്പോകാം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സോളാർ സിസ്റ്റം നിലനിൽക്കുന്ന ആ സ്പേസിലേക്ക് മടങ്ങിപ്പോകാം. സൂര്യനെ ഒന്ന് നോക്കുക, അതിമനോഹരമാണല്ലേ ആ കാഴ്ച. സൂര്യൻ ഇത്തരത്തിൽ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ സൂര്യനെ അവിടെ നിന്ന് ഞാൻ എടുത്തു മാറ്റിയെന്ന് കരുതാം. എനിക്കതിന് എടുത്തു മാറ്റാനുള്ള കഴിവുണ്ടോ? തൽക്കാലത്തേക്ക് സൂപ്പർമാനെ പോലെ സ്പൈഡർമാനെ പോലെ ഞാനൊരു ബ്രൈറ്റ് മാൻ ആണെന്ന് കരുതുക. ഞാൻ ഭീമാകാരനായി വളരുകയും ശക്തമായിട്ടുള്ള ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിയല്ല, ഒരു അമാനുഷികനായി മാറിയിട്ടുണ്ട്. എൻ്റെ അമാനുഷിക ശക്തി ഉപയോഗിച്ച് ഞാൻ ആ സൂര്യനെ ഒട്ടും പ്രയാസമൊന്നുമില്ലാതെ എൻ്റെ കൈകൾ കൊണ്ട് എടുത്ത് ഞാൻ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ചുമ്മാ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. എന്തായിരിക്കും സംഭവിക്കുക? എന്തുകൊണ്ടാണ് ഈ ഗ്രഹങ്ങളെല്ലാം അവിടെ ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ എല്ലാം കാരണം സൂര്യനാണ്. സൂര്യൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ മാസാണ്, അല്ലെങ്കിൽ സൂര്യൻ്റെ മാസ് അല്ലെങ്കിൽ പിണ്ഡമാണ്. ആ സൂര്യനെ തന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തു മാറ്റിയാലോ? സൂര്യൻ സ്വയം കറങ്ങുകയും മിൽക്കി വേക്ക് ചുറ്റുമായിട്ട് വലം വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. മിൽക്കി വേക്ക് ചുറ്റും സൂര്യൻ വലം വയ്ക്കുമ്പോൾ സൂര്യനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ കറങ്ങിക്കൊണ്ട് സൂര്യനോടൊപ്പം തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സൂര്യനെ ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാലും ഈ ഗ്രഹങ്ങളൊക്കെ ഫോളോ ചെയ്ത് സൂര്യൻ്റെ അടുത്തേക്ക് വരേണ്ടതല്ലേ? അങ്ങനെ വരേണ്ടതാണ്. പക്ഷേ ഇവിടെ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നുണ്ട്. സൂര്യനെ ഞാൻ അവിടെ നിന്നും എടുത്ത് മാറ്റുന്നു. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മാത്രമാണ് എടുത്ത് മാറ്റുന്നത്. അതിനുശേഷം ഞാൻ തിരികെ എടുത്ത് സൂര്യനെ ആ സൂര്യൻ്റെ പഴയ പൊസിഷനിൽ തന്നെ കൊണ്ടുവയ്ക്കുന്നുമുണ്ട്. പക്ഷേ സൂര്യനെ ഞാൻ ഇങ്ങനെ എടുത്തു മാറ്റിയത് മറ്റുള്ള ഗ്രഹങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അവ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണോ? മെർക്കുറിയും ശുക്രനും ഒക്കെ ഇങ്ങനെ സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അങ്ങോട്ട് തിരിയും. സൂര്യൻ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഇടത്തോട്ട് തിരിയും. അങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? അല്ല. ഈ ഗ്രഹങ്ങൾക്കൊന്നും ജീവനില്ല, അതൊന്നും കോൺഷ്യസ് അല്ല. പക്ഷേ അതിന് ഈ സൂര്യൻ്റെ സ്ഥാനം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. അത് സാധ്യമാക്കുന്നത് ഈ ഗ്രാവിറ്റേഷണൽ വേവ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ സൂര്യനെ അവിടെ നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി, പക്ഷേ മറ്റ് ഗ്രഹങ്ങൾ ആ സമയത്ത് ഇത് തിരിച്ചറിയുന്നില്ല. ഗ്രാവിറ്റേഷണൽ വേവ് അവിടെ നിന്ന് സഞ്ചരിച്ച് മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. പ്രകാശത്തിൻ്റെ അത്രയും തന്നെ വേഗതയിലാണ് ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് സഞ്ചരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ പലരുടെയും നെറ്റി ഒന്ന് ചുളിയുന്നതാണ്. ഇതുപോലെ നിങ്ങൾ എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്? പ്രകാശത്തിനല്ലേ ഏറ്റവും കൂടുതൽ വേഗത. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ വേവ്സിന് എങ്ങനെയാണ് പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത്? പ്രകാശത്തിനാണ് ഏറ്റവും വേഗതയെന്ന് ആരാണ് പറഞ്ഞത്? പ്രകാശത്തിൻ്റെ വേഗതയല്ല കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ വേഗത മാറിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇത് ഞാൻ പല വീഡിയോകളിലും പറയുമ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്യും, നിങ്ങൾ തെറ്റാണ് പറയുന്നത്, പ്രകാശത്തിൻ്റെ വേഗത അങ്ങനെ മാറത്തില്ല, എപ്പോഴും ഒരേ വേഗത തന്നെയാണ്. അല്ല, പ്രകാശത്തിൻ്റെ വേഗത മാറും. സ്പേസിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ള വേഗതയല്ല അത് ജലത്തിൻ്റെ അടിയിലൂടെ സഞ്ചരിക്കുമ്പോഴുള്ളത്. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഗതയാണ് ഉള്ളത്. ജലത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ മറ്റു ചില പദാർത്ഥങ്ങൾക്ക് ഈ പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കാറുമുണ്ട്. അപ്പോഴാണ് ചെറങ്കോ റേഡിയേഷൻ തന്നെ ഉണ്ടാകുന്നതിനെക്കുറിച്ചൊക്കെ മുമ്പ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കാട് കയറി അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് തന്നെ എത്തിച്ചേരാം. പ്രകാശത്തിന് പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള വേഗതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെങ്കിലും അത് സ്പേസിലൂടെ അല്ലെങ്കിൽ ശൂന്യാകാശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും
അതിന് ഒരൊറ്റ വേഗത മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ പറയുന്നത് 3 ലക്ഷം km/s എന്ന്. കൃത്യം 3 ലക്ഷമില്ല, അതിന് തൊട്ടടുത്തുള്ള ഒരു വേഗതയാണ്. അത് ശരിക്കും ഒരു കോസ്മോളജിക്കൽ കോൺസ്റ്റൻ്റ് ആണ്. ഐൻസ്റ്റീൻ്റെ തിയറി അനുസരിച്ച് ഒന്നിനും അതിന് മുകളിലേക്ക് ഒരു വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല. ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിലെ റോഡുകളിലൂടെ അതിവേഗതയിൽ ഓടിക്കുകയാണെന്ന് കരുതുക നമ്മുടെ വാഹനങ്ങൾ. അപ്പോൾ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പുതിയൊരു നിയമം കൊണ്ടുവരികയാണ്. നമ്മുടെ ആക്സിലറേറ്ററിൽ ഒരു സ്പീഡ് ഗവർണർ ഘടിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ 70 കിലോമീറ്റർ വേഗതയിൽ ഒരിക്കലും നമ്മുടെ നിരത്തിലൂടെ വാഹനങ്ങൾക്ക് ഓടിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ എത്ര ബലമായിട്ട് നമ്മുടെ ആക്സിലറേറ്റർ പെഡലിൽ ചവിട്ടിയാലും അത് 70 കിലോമീറ്ററിന് മുകളിലേക്ക് പോകുന്നതല്ല. അതുതന്നെയാണ് ഇവിടെയും. സ്പേസിൽ ഒന്നിനും ഈ 3 ലക്ഷം കിലോമീറ്ററിന് മുകളിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല. ചിലതിന് 3 ലക്ഷം കിലോമീറ്റർ വരെ തന്നെ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. അത് മാസ് ഇല്ലാത്ത പദാർത്ഥങ്ങൾക്കാണ്. അത് ഫോട്ടോൺസ് ആണ്. അതായത് പ്രകാശത്തിൻ്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള ഫോട്ടോൺസിന് സ്പേസിലൂടെ ആ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. അത് പ്രകാശത്തിന് മാത്രമല്ല സാധ്യമാകുന്നത്, ഗ്രാവിറ്റേഷണൽ വേവ്സിനും ഇത് സാധ്യമാകുന്നതാണ്. സ്പേസിലൂടെ ഗ്രാവിറ്റേഷണൽ വേവ്സ് അതേ വേഗതയിൽ തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ സൂര്യനെ അവിടെ നിന്നും എടുത്ത് മാറ്റി വയ്ക്കുമ്പോൾ ആ മാറ്റിവെച്ചു എന്ന അറിവ് ഈ മെർക്കുറിക്കും മറ്റ് ഗ്രഹങ്ങൾക്കുമൊക്കെ ലഭ്യമാകുന്നത് ആ ഗ്രാവിറ്റേഷണൽ വേവ്സ് ഇവിടെ എത്തുന്ന ആ സമയം അനുസരിച്ചാണ്. പ്രകാശത്തിൻ്റെ അതേ വേഗതയാണ്. മെർക്കുറിയിലേക്ക് പ്രകാശത്തിന് എത്തിച്ചേരാനായിട്ട് ഏതാണ്ട് 3.2 മിനിറ്റാണ് വേണ്ടി വരുന്നത്. അപ്പോൾ സൂര്യനെ ഞാൻ എടുത്ത് മാറ്റി മറ്റൊരിടത്ത് വെക്കുമ്പോൾ ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ഇതൊന്നും അറിയാതെ അവിടെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ചില ഫൈറ്റ് സീനുകളൊക്കെ, ഇന്ദ്രൻസിൻ്റെയൊക്കെ ഫൈറ്റ് സീനുകൾ. അപ്പോൾ അതിൽ വില്ലൻ അല്ലെങ്കിൽ ഒരു ഗുണ്ട ഇന്ദ്രൻസിനെ ഒരു വശത്തൂടെ അടിക്കും, മറുവശത്തൂടെ അടിക്കും. അങ്ങനെ 3-4 വട്ടം അടിച്ചു കഴിഞ്ഞിട്ട് ഗുണ്ട വെറുതെ നിൽക്കും. അപ്പോഴും ഇന്ദ്രൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പെടലി തിരിച്ചുകൊണ്ടിരിക്കും, അടി കിട്ടുന്നത് പോലെ തന്നെ. അപ്പോൾ ഈ ഇന്ദ്രൻസിൻ്റെ അവസ്ഥയാണ് നമ്മുടെ ഈ ഗ്രഹങ്ങൾക്കെല്ലാം. സൂര്യനെ ഞാൻ അവിടെ നിന്ന് എടുത്തു മാറ്റി എൻ്റെ ആ ഒരു ശക്തി ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇതൊന്നും ഈ മണ്ടന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ അറിയുന്നില്ല. അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അറിയാൻ പോകുന്നത് മെർക്കുറിയാണ്, സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ്. അപ്പോൾ മെർക്കുറി അറിയുന്നു സൂര്യനെ ആ ദുഷ്ടൻ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? മെർക്കുറി പെട്ടെന്ന് ഞാൻ എടുത്തു മാറ്റി വെച്ച അതേ രീതിയിൽ സൂര്യൻ്റെ അടുത്തേക്ക് പോകും. പക്ഷേ ഈ മെർക്കുറിക്ക് അറിയുന്നില്ലല്ലോ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് സൂര്യനെ പഴയ പൊസിഷനിൽ കൊണ്ടുവച്ചു എന്ന്. ഇതൊന്നും അറിയാതെ അവിടെ പോയി ഇരിക്കുകയാണ്. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞ് 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ മാത്രമാണ് ഈ മെർക്കുറിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് സൂര്യൻ ഇവിടെ ഇല്ല, ആ ദുഷ്ടൻ പഴയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന്. മെർക്കുറി ചാടി പഴയ സ്ഥലത്തേക്ക് എത്തിച്ചേരും. നമ്മുടെ ഭൂമിയാണെങ്കിൽ ഭൂമിയിൽ ഈ ഒരു ഗ്രാവിറ്റേഷണൽ വേവ് എത്തിച്ചേരാനായിട്ട് 8 മിനിറ്റാണ് എടുക്കുന്നത്. അപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ട് ഭൂമി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടത്തുള്ളൂ. ഏറ്റവും പുറകിലായിട്ടുള്ള നെപ്റ്റ്യൂൺ ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. ഇവന്മാരെല്ലാം ചാടിപ്പോയോ, ഇപ്പോഴാണ് ഞാൻ അറിയുന്നതെന്ന് കരുതി അയാളെടുത്ത് ചാടുന്നു. വീണ്ടും മണ്ടനാകും, കാരണം അവിടെ ഇല്ല, സൂര്യനെ ഞാൻ അപ്പം തന്നെ എടുത്ത് മാറ്റിയിരുന്നു. 2 മിനിറ്റ് കഴിയുമ്പോൾ അയാളിലേക്ക് ആ തരംഗം എത്തിച്ചേരും. തിരികെ പഴയ സ്ഥാനത്തേക്ക് നെപ്റ്റ്യൂണും എത്തിച്ചേരുന്നതാണ്. വളരെ വിചിത്രവും വളരെ രസകരവുമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്താണെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് പ്രധാനപ്പെട്ട ഘട്ടം. ലീഗോ ഒബ്സർവേറ്ററി, അതായത് നമ്മൾ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒബ്സർവേറ്ററികളെക്കുറിച്ച് ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചല്ലോ, അവിടേക്കൊന്ന് മടങ്ങി വരിക. ഈ ലീഗോ ഒബ്സർവേറ്ററികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്രാവിറ്റേഷണൽ തരംഗങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ സൂര്യൻ സൃഷ്ടിക്കുന്നത് പോലുള്ള ചെറിയ ഗ്രാവിറ്റേഷണൽ വേവ്സ് അല്ല. സൂര്യൻ ഒരു ആവറേജ് സൈസ്ഡ് സ്റ്റാർ മാത്രമാണ്. സൂര്യനേക്കാൾ വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട്, സെലസ്റ്റിയൽ ബോഡികളുണ്ട്, നല്ല മാസുള്ള നല്ല ഡെൻസിറ്റി ഉള്ള സെലസ്റ്റിയൽ ബോഡികളുണ്ട്. വൈറ്റ് ഡ്വാർഫ് ഉണ്ട്, ന്യൂട്രോൺ സ്റ്റാറുകളുണ്ട്, ബ്ലാക്ക് ഹോളുകളുണ്ട്. ഇത് മൂന്നും എന്താണ്? നക്ഷത്രം ഒടുവിൽ മരിക്കുമ്പോൾ സംഭവിക്കുന്ന അവശേഷിപ്പാണ്. നമ്മൾ മരിക്കുന്നത് പോലെ തന്നെ ഈ നക്ഷത്രങ്ങൾക്ക് ഒരു അന്ത്യമുണ്ട്. നക്ഷത്രങ്ങളുടെ അന്ത്യത്തിൽ ഒന്നെങ്കിൽ അതൊരു വൈറ്റ് ഡ്വാർഫായിട്ട് മാറും, അല്ലെങ്കിൽ അതൊരു ന്യൂട്രോൺ സ്റ്റാർ ആയിട്ട് മാറും, അതുമല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹോളായിട്ട് മാറും. അത് ആ നക്ഷത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. വളരെ വലിപ്പം കുറവുള്ള, മാസ് കുറവുള്ള സൂര്യനെ പോലുള്ള ഒരു നക്ഷത്രമാണെങ്കിൽ അതൊരു ഡ്വാർഫ് സ്റ്റാർ അല്ലെങ്കിൽ കുള്ളൻ നക്ഷത്രമായിട്ട് മാറും. കുറച്ചുകൂടെ മാസ് ഉണ്ടെങ്കിൽ അതൊരു ന്യൂട്രോൺ സ്റ്റാർ ആകും. അതിനേക്കാൾ മാസ് ഉണ്ടെങ്കിൽ അതൊരു വലിയ ബ്ലാക്ക് ഹോളായിട്ട് മാറുന്നതാണ്. ഈ ബ്ലാക്ക് ഹോളുകളും ന്യൂട്രോൺ സ്റ്റാറുകളുമൊക്കെ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് സ്വയം സൃഷ്ടിക്കുന്നുണ്ട്, എന്നാൽ അതിനുപരിയായിട്ട് വലിയ തരംഗങ്ങൾക്ക് അത് കാരണമായിട്ട് മാറുന്നുണ്ട്. അതെങ്ങനെയാണ്?
2 ന്യൂട്രോൺ സ്റ്റാറുകൾ പരസ്പരം കൂട്ടിയിടിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? 2 കാറുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്നത് പോലെയല്ല ഇത്തരത്തിൽ ന്യൂട്രോൺ സ്റ്റാറുകൾ വന്ന് കൂട്ടിയിടിക്കുന്നത്. അത് പരസ്പരം ഇങ്ങനെ കറങ്ങുകയാണ്. ഇത്തരത്തിൽ ന്യൂട്രോൺ സ്റ്റാറുകൾ ഇങ്ങനെ കറങ്ങി അതിങ്ങനെ കറങ്ങുന്നതനുസരിച്ച് അത് തമ്മിലുള്ള ദൂരം ഇങ്ങനെ കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കറങ്ങി വളരെ അടുത്തെത്തുമ്പോഴേക്കും അത് ഒരു സെക്കൻഡിൽ ഒരു 200 തവണയൊക്കെ ആയിരിക്കും പരസ്പരം കറങ്ങുന്നത്. ഇങ്ങനെ ന്യൂട്രോൺ സ്റ്റാർ മാത്രമല്ല, ബ്ലാക്ക് ഹോളുകളും ഇപ്രകാരം കറങ്ങാറുണ്ട്. ഒരു സെക്കൻഡിൽ 250 തവണയൊക്കെയാണ് ഇത് പരസ്പരം ഇങ്ങനെ കറങ്ങുന്നത്. ഇങ്ങനെ കറങ്ങുമ്പോൾ അതിഭീകരമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വേവ് സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നൊക്കെ ആരാണ് പറഞ്ഞത്? തീർച്ചയായിട്ടും ഇതൊക്കെ ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? നമ്മുടെ എല്ലാവരുടെയും നോട്ടം പോകുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മുഖത്തേക്കാണ്. ഇതും അദ്ദേഹത്തിൻ്റെ സംഭാവന തന്നെയാണ്. 1915 അദ്ദേഹം ജനറൽ റിലേറ്റിവിറ്റി തിയറി എന്ന തിയറി പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഒരു 100 വർഷങ്ങൾ കഴിഞ്ഞ് 2015 അത് ശരിയാണെന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ട് തെളിയിക്കുന്നത് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ. അതിന് നമ്മൾ സഹായിച്ച ഒബ്സർവേറ്ററിയാണ് ലീഗോ ഒബ്സർവേറ്ററി. അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ലീഗോ ഒബ്സർവേറ്ററിയാണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രാവിറ്റേഷണൽ വേവിനെ തിരിച്ചറിയുന്നത്. അങ്ങ് ദൂരെ 2 ബ്ലാക്ക് ഹോളുകൾ അത് പരസ്പരം ഇപ്രകാരം കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ തീർച്ചയായിട്ടും അതിഭീകരമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ തരംഗം അവിടെ നിന്നും യാത്ര ചെയ്ത് നമ്മളിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. ഒരു സെക്കൻഡിൽ 250 തവണയാണ് അത് കറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന 2 ബ്ലാക്ക് ഹോളുകൾ, അതിൽ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ മാസ് എന്ന് പറയുന്നത് 29 സോളാർ മാസാണ്. അതായത് സൂര്യൻ്റെ മാസിൻ്റെ 29 ഇരട്ടിയാണ്. രണ്ടാമത്തെ ബ്ലാക്ക് ഹോളിൻ്റെ മാസ് അത് 36 സോളാർ മാസാണ്. സൂര്യൻ്റെ മാസിൻ്റെ 36 ഇരട്ടിയാണ്. 29 36 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? പെട്ടെന്ന് പറയൂ. 65. മിടുക്കന്മാരായിട്ടുള്ള എല്ലാവരും കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ 65 സോളാർ മാസുള്ള ഒരു വലിയ ബ്ലാക്ക് ഹോൾ ഉണ്ടായി. പക്ഷേ നമ്മുടെ ഉത്തരം തെറ്റാണ്. 29 36 കൂട്ടിക്കഴിഞ്ഞാൽ 65 തന്നെയാണ്. അത് ശരിയാണ്. പക്ഷേ അതെല്ലാം കൂടെ കൂടിച്ചേർന്നപ്പോൾ കിട്ടിയത് 65 സോളാർ മാസുള്ള ഒരു ബ്ലാക്ക് ഹോൾ അല്ല. ശാസ്ത്രം കുറെ കൂടെ വിചിത്രമായി മാറുന്നത് ഇത്തരത്തിലുള്ള ചില സന്ദർഭങ്ങളിലാണ്. അവിടെ ഉണ്ടായത് 62 സോളാർ മാസുള്ള ഒരു ബ്ലാക്ക് ഹോളാണ്. 65 ഉണ്ടാകേണ്ട സ്ഥാനത്ത് വെറും 62 മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. 3 സോളാർ മാസിൻ്റെ കുറവുണ്ട്. അത് ചില്ലറ സോളാർ മാസൊന്നുമല്ല. സൂര്യൻ്റെ മാസ് തന്നെ അതിഭീകരമാണ്. അതിൻ്റെ 3 ഇരട്ടി മാസ് അവിടെ നഷ്ടമായിരിക്കുന്നു. നമ്മുടെ കൺസർവേഷൻ തിയറി അനുസരിച്ച് അങ്ങനെ നഷ്ടമാകാൻ പാടില്ല. ഒരു എനർജിയോ അല്ലെങ്കിൽ ഒരു മാറ്ററിനെയോ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയില്ല. അതിനെ പുതുതായിട്ട് നമുക്ക് സൃഷ്ടിക്കാനും സാധിക്കുകയില്ല. അതിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വലിയ അളവിലുള്ള ഗ്രാവിറ്റേഷണൽ തരംഗം അവിടെ ഉണ്ടായി. അത് നമ്മളിലേക്ക് എത്തിച്ചേർന്നു. ലീഗോ ഒബ്സർവേറ്ററി ഉപയോഗിച്ച് അത് നമ്മൾ കണ്ടെത്തി എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഈ ഗ്രാവിറ്റേഷണൽ വേവിന് ഇങ്ങനെ സഞ്ചരിച്ച് വരണമെങ്കിൽ, സ്പേസിൽ ഇങ്ങനെ ഒരു കർവേച്ചറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിഭീകരമായിട്ടുള്ള ഊർജം വേണ്ടേ? ആ ഊർജം എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിന് സ്വന്തമായിട്ട് ഊർജം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുന്നതല്ല. ആ ഊർജമാണ് ഇങ്ങനെ 3 സോളാർ മാസായിട്ട് നഷ്ടമായിരിക്കുന്നത്. ആ ഊർജമാണ് നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോയത്. അത് തിരിച്ചറിയാൻ നമ്മുടെ ലീഗോ ഒബ്സർവേറ്ററിക്ക് സാധ്യമായി. 2015 അപ്പോൾ അത്തരത്തിലുള്ള പഠനങ്ങൾ നടത്താൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലും ലീഗോ ഒബ്സർവേറ്ററി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. 4 ഒബ്സർവേറ്ററികൾ വരുമ്പോൾ നമുക്ക് കുറേ കൂടെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ കുറേ കൂടെ തരംഗദൈർഘ്യം കൂടിയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സിനെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നൊക്കെ വിശദമായിട്ട് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഇനിയും ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ ഗവേഷകർ നടത്തിയിട്ടുള്ള വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടെത്തലിലേക്ക്, നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും മഹത്തരമായിട്ടുള്ള കണ്ടെത്തലിലേക്ക് എത്തിച്ചേരാം. പ്രപഞ്ചത്തിൻ്റെ തുടക്കം, പ്രപഞ്ചം ആദ്യം ഉണ്ടായി, ആദ്യത്തെ നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ആ സാഹചര്യത്തിൽ നക്ഷത്രങ്ങളുടെ വലിപ്പം അതിഭീകരമായിരുന്നു. വലിയ രീതിയിലുള്ള നക്ഷത്രങ്ങൾ, വലിയ രീതിയിലുള്ള സൂപ്പർനോവ പ്രതിഭാസങ്ങൾ, അതിലൂടെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹോളുകൾ, തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഗ്രാവിറ്റേഷണൽ വേവ്സ് അത് അതിഭീകരമായിരിക്കും. അതിൻ്റെ വേവ് ലെങ്തും വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലായിട്ടുള്ള ആ വേവ് ലെങ്ത് അത് പ്രപഞ്ചത്തിൽ ഇപ്പോഴും ഉണ്ടായിരിക്കേണ്ടതല്ലേ? അതെന്തുകൊണ്ടാണ് ഇപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്? കഴിഞ്ഞില്ലേ 1380 കോടി വർഷങ്ങൾ? ഇപ്പോഴും എങ്ങനെയാണ് അത് ഉണ്ടാവുക? ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ
നമുക്ക് ഒരു കാര്യം കൂടെ പറയേണ്ടി വരും. അത് പ്രപഞ്ചത്തിൻ്റെ എക്സ്പാൻഷനാണ്, അല്ലെങ്കിൽ വികാസമാണ്. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബാങ് എന്ന് പറയുന്ന പ്രതിഭാസം തന്നെ അത് എക്സ്പാൻഷനാണ്. ശക്തമായിട്ടുള്ള ആ എക്സ്പാൻഷൻ ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിലും ഈ ഇത്തരത്തിലുള്ള എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു. ആ എക്സ്പാൻഷനെ തുടർന്ന് വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെയധികം അകലെയുള്ള പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വളരെയധികം പഴക്കമുള്ള പ്രപഞ്ചത്തെയാണ്. കാരണം അവിടെയുള്ള പ്രകാശം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾ യാത്ര ചെയ്തിട്ടാണ്. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെയധികം അകലെയുള്ള ആ പ്രപഞ്ചത്തിൻ്റെ ഭാഗം, ആ ഭാഗത്തു നിന്നുള്ള തരംഗങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നേ ഉള്ളൂ. പ്രപഞ്ചം ഉണ്ടായ സമയത്തുണ്ടായിരുന്ന ആ ഗ്രാവിറ്റേഷണൽ വേവ്സ് അത് പ്രപഞ്ചത്തിൻ്റെ അങ്ങേ അറ്റത്തു നിന്നും യാത്ര ചെയ്ത് നമ്മളിലേക്ക് ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായ്പ്പോഴും അത്തരത്തിലുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ടായിരിക്കുന്നതുമാണ്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന ആ ഗ്രാവിറ്റേഷണൽ വേവ്സിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അത് ഈ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് തന്നെയുള്ള ഏറ്റവും വലിയ തെളിവായിട്ട് മാറുന്നതാണ്. കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ബിഗ് ബാങ്ങിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായിരുന്നു. അതിന് നൊബേൽ പുരസ്കാരം തന്നെ ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും തന്നെ പ്രാധാന്യം അർഹിക്കുന്ന, പക്ഷേ ഒരുപാട് വൈകി മാത്രം നമുക്ക് കണ്ടെത്താൻ വളരെയധികം പ്രയാസമുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത് നമുക്ക് കണ്ടെത്താൻ സാധ്യമായിരിക്കുന്നു. അത് ബിഗ് ബാങ്ങിൻ്റെ വലിയ തെളിവായിട്ട് മാറിയിരിക്കുകയാണ്. അതുപയോഗിച്ചിട്ട് ആദ്യകാലത്തെ പ്രപഞ്ചം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പോലും നമുക്ക് സാധിക്കുന്നതാണ്. ഇതിനു മുമ്പ് CCC തിയറിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പ്രത്യേകമായി പരാമർശിച്ചിരുന്നു. പ്രപഞ്ചമെന്ന് പറയുന്നത് ആദ്യം വലിയൊരു വലുപ്പത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്തു പോകും, പിന്നീട് അത് വീണ്ടും ചുരുങ്ങി ഒരു ചെറിയ സിംഗുലാരിറ്റി ആയിട്ട് മാറും, വീണ്ടും അത് എക്സ്പാൻഡ് ചെയ്ത് വലിയ പ്രപഞ്ചമായിട്ട് മാറും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇതൊരു തെളിവായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. മുൻപും ഇത്തരത്തിലുള്ള പ്രപഞ്ചം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾ സൃഷ്ടിക്കുന്ന ഗ്രാവിറ്റേഷണൽ വേവ്സ് അത് ഇപ്പോഴും ഉണ്ടായിരിക്കേണ്ടതല്ലേ? അതിനെ നമുക്ക് പ്രത്യേകമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇനിയും കണ്ടെത്താൻ പോകുന്ന ഗ്രാവിറ്റേഷണൽ വേവ് ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതൽ പഠനങ്ങൾ നടത്താൻ സാധ്യമായാൽ മാത്രം മതി. അത് വലിയൊരു കണ്ടെത്തൽ തന്നെയാണ്. നമ്മുടെ ഗവേഷകർക്ക് അത് സാധ്യമായിരിക്കുകയാണ്. അതെങ്ങനെയാണ് സാധ്യമായിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇത്തരത്തിലുള്ള ഗ്രാവിറ്റേഷണൽ തരംഗങ്ങൾ അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. നമ്മൾ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ലീഗോ ഒബ്സർവേറ്ററികൾ ഉപയോഗിച്ചിട്ടൊന്നും അത് കണ്ടെത്താൻ സാധിക്കുന്നതല്ല. തരംഗദൈർഘ്യം അത്രയും വലുതായതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ വലിയൊരു പ്രദേശത്ത് കുറേയധികം ഡിറ്റക്ടറുകൾ സ്ഥാപിച്ചാൽ മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് ലീഗോ ഒബ്സർവേറ്ററികൾ പോലെ നിരവധി ഒബ്സർവേറ്ററികൾ പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കൊണ്ടുപോയി സ്ഥാപിക്കുക നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല. ഒരിക്കലുമല്ലാന്ന് തീർത്ത് പറയുന്നില്ല. ഒരുപക്ഷെ കുറേയധികം വർഷങ്ങൾ കഴിയുമ്പോൾ സാധ്യമായേക്കാം. എന്നാൽ നമ്മുടെ ഗവേഷകർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബുദ്ധിയുള്ളവന്, ചിന്തിക്കാൻ ശേഷിയുള്ളവന് അവൻ്റെ ചിന്തകൾ ഉപയോഗിച്ചിട്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധ്യമാകും. അത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ പഠനങ്ങൾ നടത്താൻ സാധ്യമാക്കിയത് പൾസാറുകളെക്കുറിച്ചുള്ള അറിവാണ്. കുറച്ചു മുമ്പ് ഞാൻ ന്യൂട്രോൺ സ്റ്റാറുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ന്യൂട്രോൺ സ്റ്റാറിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. നക്ഷത്രം എന്ന് പറയാൻ പറ്റത്തില്ല, നക്ഷത്രത്തിൻ്റെ അവസാനം ഉണ്ടായിട്ടുള്ള ഒരു സെലസ്റ്റിയൽ ബോഡിയാണ് പൾസാറുകൾ. മില്ലിമീറ്റർ പൾസാർ എന്ന് തന്നെ പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പിന്നെയും ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഈ പൾസാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പൾസുകൾ നമ്മളിലേക്ക് അയച്ചുകൊണ്ടിരിക്കും. ശരിക്കും അത് അയക്കുന്നത് പൾസല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള റേഡിയേഷൻ തന്നെയാണ്. പക്ഷേ ഇത് അതിശക്തമായിട്ടുള്ള വേഗതയിൽ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ ഇതിൻ്റെ ഗ്രാവിറ്റേഷണൽ നോർത്ത്, ഗ്രാവിറ്റേഷണൽ സൗത്ത് അത് അതിൻ്റെ ജോഗ്രഫിക്കൽ നോർത്തും ജോഗ്രഫിക്കൽ സൗത്തുമല്ല. നമ്മുടെ ഭൂമി എടുക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ നോർത്ത് ഏതാണ്ട് നമ്മുടെ ജോഗ്രഫിക്കൽ നോർത്ത് തന്നെയാണ്. ഈ അവസ്ഥയല്ല പൾസാറുകളുള്ളത്. അതുകൊണ്ട് തന്നെ അത് ശക്തമായ വേഗതയിൽ സ്വയം കറങ്ങുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് നോർത്ത് നമ്മുടെ നേരെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ ജോഗ്രഫിക് നോർത്ത് നേരെ വിപരീത ദിശയിലും വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കറങ്ങുന്ന അനുസരിച്ച് ആ പൾസുകൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ ഒരു തവണയാണ് അത് കറങ്ങുന്നതെങ്കിൽ ഓരോ സെക്കൻഡിലും ഓരോ പൾസുകൾ വീതം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ്. പക്ഷേ മില്ലിമീറ്റർ പൾസാറുകൾ,
മില്ലിമീറ്റർ പൾസാറുകൾ കുറേ കൂടെ വിചിത്രമാണ്. അതിന് 1 സെക്കൻഡിലല്ല മില്ലി സെക്കൻഡ് കണക്കിലാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മില്ലി സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1000 മില്ലി സെക്കൻഡുകൾ ചേരുന്നതാണ് 1 സെക്കൻഡ്. അപ്പോൾ അത്തരത്തിൽ 1 മില്ലി സെക്കൻഡിൽ തന്നെ നിരവധി തവണ ഇത് കറങ്ങുന്നതാണ്. മില്ലി സെക്കൻഡ് കണക്കിനാണ് നമ്മൾ ഇതിൻ്റെ കറക്കം പറയുന്നത്. 1 സെക്കൻഡിൽ തന്നെ 1000-ലധികം തവണ നമുക്ക് ആ പൾസുകൾ ലഭ്യമായിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ അനവധി പൾസാറുകൾ പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വിവിധ ദൂരങ്ങളിലായിട്ടുണ്ട്. അവയെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പഠനങ്ങൾ നടത്താൻ സാധിക്കുന്ന രീതിയിലുള്ള മില്ലിമീറ്റർ പൾസാർ അറേ ടെലസ്കോപ്പുകൾ നമ്മുടെ പക്കലുണ്ട്. നമ്മുടെ ഇന്ത്യക്കും അത്തരത്തിലുള്ള ഒരു ടെലസ്കോപ്പ് ഉണ്ട്. അതിനെയാണ് INPTA എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉയർന്ന തരംഗ ദൈർഘ്യമുള്ള അല്ലെങ്കിൽ വേവ് ലെങ്ത് ഉള്ള ഗ്രാവിറ്റേഷണൽ വേവ്, ആ വേവുകൾ ഈ പൾസാറുകളിലൂടെ കടന്നു പോകുന്നതാണ്. ഓരോ പൾസാറുകൾ തമ്മിൽ ഒരുപാട് പ്രകാശവർഷത്തിൻ്റെ ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയധികം തരംഗ ദൈർഘ്യമുള്ള ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് കടന്നു പോകുമ്പോൾ ചില പൾസാറുകളൊക്കെ ആ തരംഗ ദൈർഘ്യം അനുസരിച്ച് അതിൻ്റെ ആ തരംഗം അനുസരിച്ച് പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കും. പൊസിഷൻ മാറുമ്പോൾ നമ്മളിലേക്ക് കിട്ടുന്ന സിഗ്നലും മാറുന്നതാണ്. നമുക്ക് നമ്മുടെ ടെലസ്കോപ്പിന് അല്ലെങ്കിൽ നമ്മുടെ ഈ അറേ ടെലസ്കോപ്പുകൾക്ക് സിഗ്നലുകൾ കിട്ടുന്നത് അതിൻ്റെ നേരെ തന്നെ ആ ഒരു റേഡിയേഷൻ എത്തിച്ചേരുമ്പോഴാണ്. പക്ഷേ അവിടെ നിന്നും നമ്മളിലേക്ക് ആ റേഡിയേഷൻ അയച്ചു തരുന്ന ആ സെലസ്റ്റിയൽ ബോഡികൾ ഈ ഗ്രാവിറ്റേഷണൽ വേവ്സിൽപ്പെട്ട് അതിൻ്റെ പൊസിഷൻ മൊത്തത്തിൽ മാറുകയാണെങ്കിലോ ആ കുറച്ച് സമയം നേരത്തേക്ക് നമുക്ക് റേഡിയേഷൻ കിട്ടാതെ പോകും. അങ്ങനെ ഒരു പ്രദേശത്ത് ഇത്തരത്തിലൊരു തരംഗം കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യൻ ഗവേഷകർക്ക് INPTA എന്ന് പറയുന്ന ആ പൾസാർ ടൈമിംഗ് അറേ ടെലസ്കോപ്പുകളുടെ സഹായത്താൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിൻ്റെ തരംഗ ദൈർഘ്യത്തെക്കുറിച്ച് വിലയിരുത്താനും സാധ്യമായി. അതാണ് പ്രപഞ്ചം മുഴുവനും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന, പ്രപഞ്ചം ആദ്യം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ആ ഗാംഭീര്യമേറിയിട്ടുള്ള ആ തരംഗം അല്ലെങ്കിൽ ആ ഒരു ഗർജനം എന്ന് പറയുമ്പോൾ ഇവിടെ ശബ്ദ തരംഗമല്ല, ഇവിടെ സൂചിപ്പിക്കുന്നത് ഗ്രാവിറ്റേഷണൽ വേവ്സിനെയാണ്. സയൻസിനൊരു പ്രത്യേകതയുണ്ട്. കുറച്ചധികം ഗവേഷകർ ഇന്ന കാര്യത്തെ ഞങ്ങൾ കണ്ടു, അതിനുവേണ്ടി ഈ ടെലസ്കോപ്പ് ഉപയോഗിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ക്രോസ് ചെക്ക് ചെയ്യണം. വേറെയും ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വേറെയും അറേകൾ ഉപയോഗിച്ചിട്ട് ഇതേ കാര്യങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. എങ്കിൽ മാത്രമേ ശാസ്ത്രം അത് അംഗീകരിക്കുകയുള്ളൂ. INPTA മാത്രമല്ല, ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള 3 അറേ ടെലസ്കോപ്പുകൾ ഇതേ കാര്യങ്ങൾ തന്നെ നിരീക്ഷിക്കുകയുണ്ടായി. ഒരേ പൾസാറിനെ അല്ല, വ്യത്യസ്തമായിട്ടുള്ള പൾസാറുകളെയാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ അവർക്കും ഇത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഗ്രാവിറ്റേഷണൽ വേവ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യമായി. യൂറോപ്പ്, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഏജൻസികളാണ് ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗവേഷകരെ പോലെ തന്നെ ഗ്രാവിറ്റേഷണൽ വേവ് ബാക്ക്ഗ്രൗണ്ട് കണ്ടെത്തിയത്. അതോടുകൂടി ഇത് ഉറപ്പിക്കുകയാണ്, ശാസ്ത്രീയമായിട്ട് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു ഇങ്ങനൊരു ഗ്രാവിറ്റേഷണൽ വേവ് ഉണ്ട്. അത് പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗർജനം തന്നെയായിരുന്നു. ആ ഗർജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു മുഴക്കത്തെക്കുറിച്ച് ഇനിയും പഠനങ്ങൾ നടത്തുന്നതിലൂടെ പ്രപഞ്ചത്തിൻ്റെ പല രഹസ്യങ്ങളും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇനി എല്ലാവർക്കും സ്പേസിൽ നിന്നും അവരുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഓഫീസ് മുറികളിലേക്ക് മടങ്ങിപ്പോകാം. നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.